നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് പിണറായി വിജയന്റെ രാഷ്ട്രീയ അസ്തമയമോ? ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ പിണറായി പറഞ്ഞതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ. കർത്തിയുടെ മൊഴി മാധ്യമ സൃഷ്ടി എന്നാണ് ഇന്നലെ പിണറായി വിജയൻ തട്ടിവിട്ടത്. എന്നാൽ കർത്തിയുടെ മൊഴി മാധ്യമ സൃഷ്ടിയല്ല, അത് ജീവിക്കുന്ന തെളിവുകൾ തന്നെ. ഇഡിയുടെ അന്വേഷണം തന്നിലേക്ക് എത്തിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞിരുന്നു. മാധ്യമങ്ങളിൽ മകൾക്കെതിരെ വാർത്ത വന്നാൽ അത് ശരിയാകുമോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. ഇഡിക്ക് ശശിധരൻ കർത്ത നൽകിയ മൊഴി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ എല്ലാം കൈവിടുന്ന കാഴ്ചയാണ് മണിക്കൂറുകൾക്കുള്ളിൽ കേരളം കാണുന്നത്. അന്വേഷണം പിണറായി വിജയനിലേക്ക് തന്നെ നീങ്ങുന്നു. പിണറായി വിജയൻ ഉടൻ സമൻസ് നൽകുമെന്നാണ് ഇഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്ത ഇഡി തുടർന്ന് വിവാദ സാമ്പത്തിക ഇടപാടിലെ തെളിവുകൾ ശേഖരിക്കാൻ പിണറായി വിജയൻ്റേതടക്കമുള്ള വീടുകളിലും CMRലുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും ഒരേ ദിവസം റെയ്ഡ് സംഘടിപ്പിക്കുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ വീണയുടെ ഒരു ഐഫോൺ, ചുവന്ന പുറംചട്ടയുള്ള ഒരു ഡയറി, മറ്റ് ചില പേപ്പറുകൾ ഇവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരുന്നു. ഇപ്പോഴിതാ ചുവന്ന പുറംചട്ടയുള്ള ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിൽ വീണ പലതും കുറിച്ചിട്ടു. നിർണായകമായ ഈ ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ വീണയ്ക്കും പിണറായി വിജയനും കുരുക്കായിരിക്കുന്നത്. ചില ബാങ്ക് നിക്ഷേപങ്ങളുടെ രേഖകളും ഇഡി റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. അവയ്ക്ക് പുറമെ ചില പ്രമാണങ്ങൾ കൂടി ഇഡി കണ്ടെടുത്തു. കേസിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. 2 കാര്യങ്ങളാണ് പിണറായി വിജയന് വലിയ കുരുക്കായിരിക്കുന്നത്. 2024 ഏപ്രിലിൽ ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴി. പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ മകൾക്ക് താൻ പണം നൽകിയത് എന്നാണ് ശശിധരൻ കർത്തയുടെ മൊഴി. മറ്റൊന്ന് പണം കൈമാറിയ ദിവസങ്ങളും നാളുകളുമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത്തരമൊരു പണം കൈമാറ്റ ഇടപാട് നടന്നത്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട മറ്റ് ചില തെളിവുകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കൽ ലഭിച്ചു. പിണറായി വിജയന് സമൻസ് നൽകാനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത്. പിണറായി വിജയനോടുള്ള വ്യക്തിപരമായ ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് വീണയ്ക്ക് താൻ പണം നൽകിയത്. വീണയുടെ എക്സാലോജിക് കമ്പനിയിൽ നിന്ന് യാതൊരുവിധ സേവനങ്ങളും തന്റെ കമ്പനിക്ക് ലഭിച്ചിട്ടില്ല. CMRൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ മൊഴി വസ്തുതാപരമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും ഇന്ന് പുറത്തു വന്നു. ഇതോടെ പിണറായി വിജയന്റെ വിശദീകരണങ്ങൾ മുഴുവൻ പൊളിഞ്ഞടുങ്ങി. അന്വേഷണ സംഘം ഇഡി ജോയിന്റ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് 2024 ഏപ്രിൽ 24 ശശിധരൻ കർത്ത നൽകിയ മൊഴി കൃത്യതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 66 ലക്ഷത്തിന്റെ നഷ്ടക്കണക്കും 5 ലക്ഷത്തിന്റെ ചെറിയ വിറ്റുവരവുമുള്ള ഒരു ദുർബല സ്ഥാപനമായിരുന്നു എക്സാലോജിക് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പൂർണ്ണമായും CMRലിന്റെ ഔദാര്യത്തിലാണ് ഈ കമ്പനി പിന്നീട് വീണ നടത്തിക്കൊണ്ടുപോയത്. സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ പേരിൽ 2,78,00,000 രൂപയാണ് കർത്തയുടെ കമ്പനി വീണയ്ക്കും എക്സാലോജിക്കിന് കൈമാറിയത്. എക്സാലോജിക്കിന് നൽകി എന്ന് അവകാശപ്പെട്ട സേവനങ്ങൾക്കായി പിന്നീട് മറ്റൊരു IT സ്ഥാപനത്തെ CMRൽ ഏർപ്പെടുത്തിയെന്നാണ് രേഖകൾ. അതിന് വീണയ്ക്ക് കൊടുത്തതിനേക്കാൾ 10-1 പണം പോലും ചെലവഴിക്കേണ്ടി വന്നില്ല. ഇതിനിടയിലാണ് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുള്ള 27,585 രൂപയും ലാക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ 15.57 ലക്ഷം രൂപയും സ്വന്തം പേരിലുള്ള 1.37 ലക്ഷം രൂപയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ വീണയുടെ പേരിലുള്ള ഒരു ഷെൽ കമ്പനി എന്ന നിലയിലാണ് ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. നിലവിൽ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ തന്നെ വിളിപ്പിക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഈ ചോദ്യം ചെയ്യൽ ഒട്ടും നിസ്സാരമായിരിക്കില്ല. വീണയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. വീണയുടെ വീട്ടിൽ പുലർച്ചെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ ലഭിച്ച നിർണായക ഡിജിറ്റൽ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. വീണയുടെ വീട്ടിൽ മെയ് 27 പുലർച്ചെ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ ചില വിവരങ്ങൾ ഇപ്പോൾ വീണയ്ക്ക് വീണ്ടും കുരുക്കായി മാറിയിരിക്കുന്നു. എക്സാലോജിക് സൊല്യൂഷൻസിന് പുറമെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വീണ വിജയന്റെ പേരിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ റെയ്ഡിൽ കണ്ടെത്തി. ഇതോടെ കേസിന്റെ അന്വേഷണ പരിധി കൂടുതൽ വിപുലമായിരിക്കുന്നു. പരിശോധനകളിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല എന്നതാണ് സൂചന.
ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു പ്രൊപ്രൈറ്ററി സ്ഥാപനമാകാനാണ് സാധ്യതയെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം എന്നാണ് കമ്പനിയെ സംബന്ധിച്ച ഡിസ്ക്രിപ്ഷനിലുള്ളത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ വീണയുടെ ഒരു സ്വകാര്യ സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഈ അക്കൗണ്ടിലുള്ള 15,57,414 രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട് 182 കോടിയുടെ ക്രമക്കേടുകളാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. വീണയെയും പിണറായി വിജയനെയും പരാമർശിക്കുന്ന ഭാഗത്ത് ചെളി നീക്കി എന്ന പേരിലാണ് CMRL ഈ ചെലവുകൾ എഴുതി മാറ്റിയത്. ചുരുക്കത്തിൽ CMRLന്റെ ചെളി നീക്കലിനാണ് പിണറായി വിജയന് പണം കൊടുത്തത് എന്നർത്ഥം. യഥാർത്ഥ സേവനമോ അനുബന്ധ ബില്ലുകളോ ഇല്ലാതെ സ്വയം തയ്യാറാക്കിയ വൗച്ചറുകൾ ഉപയോഗിച്ച് സ്ലെഡ്ജ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന പേരിൽ 139 കോടിയുടെ വ്യാജ ചെലവ് കാണിച്ചു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് CMRLന്റെ കമ്പനി മാനേജിംഗ് ഡയറക്ടർ, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട് 26 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചത്. കേസിലെ 12 പ്രതികളുടെയും അവരുടെ സ്ഥാപനങ്ങളുടേതുമായി 29 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ സ്വന്തം ഭാഗം വിശദീകരിക്കാൻ വീണ അടക്കമുള്ളവർക്ക് ഇനി അവസരവും ലഭിക്കും. വീണയുടേത് ഉൾപ്പെടെയുള്ള സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി ഡൽഹിയിലെ ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ED കൃത്യതയോടെ എടുത്തു പറയുന്നത്. ED സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ കേസുകളുടെ അവലോകനത്തിനായി ഇക്കഴിഞ്ഞയാഴ്ച കൊച്ചിയിലെത്തിയിരുന്നു. പിണറായിയെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് ചർച്ചകളും നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഡയറക്ടർ രാഹുൽ നവീന്റെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രം പിണറായി വിജയന് സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിരുന്നു നേരത്തെ ജോയിന്റ് ഡയറക്ടർ നൽകിയ നിർദ്ദേശം. ഇതനുസരിച്ച് പിന്നീട് രാഹുൽ നവീന്റെ അനുവാദം വാങ്ങി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ചുരുക്കത്തിൽ പിണറായി വിജയന് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇനി രക്ഷപ്പെടുക എളുപ്പമല്ല. കാര്യങ്ങൾ തികച്ചും തനിക്ക് അനുകൂലമല്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇൻവോയ്സുകളില്ലാതെ CMRLിൽ നിന്ന് വീണ 45 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. CMRL മാനേജിംഗ് ഡയറക്ടർ കർത്ത സർക്കുലർ പേയ്മെന്റ് രീതിയാണ് പിന്തുടർന്നിരുന്നത്. ഇടപാടുകാർക്ക് ഇൻവോയ്സ് നൽകി ചെലവായതായി കാട്ടി തുക ആദ്യം രേഖപ്പെടുത്തും. പിന്നീട് അതേ തുക അവരിൽ നിന്ന് തിരികെ വാങ്ങി കമ്പനി ഡയറക്ടർമാരുടെ പേരിലാക്കും. ഇത്തരം ഇടപാടുകൾ നടത്തുന്നവർക്ക് പ്രത്യേക കമ്മീഷനും നൽകിയിരുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായി ED കണ്ടെത്തി. പിണറായി വിജയൻ തന്നെയാണ് ഈ കേസിലെ പ്രതിയെന്ന് തങ്ങൾ നേരത്തെ പറഞ്ഞതാണ് എന്ന് ഷോൺ ജോർജ് പറയുന്നു. ഇനി പിണറായി വിജയനിലേക്കുള്ള ദൂരം അധികമില്ല. യഥാർത്ഥ രേഖ കൊടുത്താലും പിണറായി വിജയൻ അത് ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന് പറയും. സ്വയം രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെന്ന് CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കരുതുന്നുവെങ്കിൽ പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അവർ എത്രയും പെട്ടെന്ന് നീക്കണം. പിണറായി വിജയൻ പ്രതിയാണ് എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ എന്ന് അവരതിനെ പ്രതിരോധിച്ചത് ഇടപാടുകൾ 2 കമ്പനികൾ തമ്മിലുള്ളത് എന്ന് പറഞ്ഞ്. ഇപ്പോൾ വളരെ വ്യക്തമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രേഖകളാണ് പുറത്തു വന്നത്. പൊതുമേഖലാ കമ്പനിയിൽ നിന്ന് ഒരു നേതാവിന്റെ മകൾ പണം കൈപ്പറ്റിയെങ്കിൽ അതെന്തിനു വേണ്ടി എന്ന അന്വേഷണം നടക്കണം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാത്രമല്ല MLA സ്ഥാനം കൂടി പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നാണ് ED സൂചിപ്പിക്കുന്നത്. പിണറായി വിജയന്റെ ചോദ്യം ചെയ്യൽ അത്ര നിസ്സാരമായിരിക്കില്ല. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ വിസ്ഫോടനങ്ങൾക്ക് കാരണമായേക്കാം പിണറായി വിജയന്റെ ചോദ്യം ചെയ്യൽ. ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയത്തെ ഉലയ്ക്കുന്ന തലത്തിലേക്ക് എക്സാലോജിക് ലേക്കർ ഇന്ത്യ അന്വേഷണം മാറുന്നു. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിനും തൈക്കണ്ടി കുടുംബത്തിനും കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.